ഒരിക്കലും ക്ലച്ച് നമ്മൾ ആവേശം കാണിച്ച് വിടാൻ പാടില്ല. ഇത്തിരി. പിന്നെ ഏജിൻ്റെ കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ വണ്ടി ഓടിച്ച് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് റോട്ടിൽ കണ്ടോ, ക്ലച്ച് ഇങ്ങനെ വിട്ടുന്നുണ്ടെങ്കിൽ വണ്ടി ചാടി ഓഫ് ആവും. തന്നെ നമ്മൾ ആക്സിലേറ്റർ കൂട്ടിയിട്ട് ക്ലച്ച് വിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല കണ്ടവൻ്റെ പറമ്പ് പോയി കിടക്കും. അതിലൊന്നെന്ന് പറയുന്നത് ഏത് ബൈക്ക് സെലക്ട് ചെയ്യണമെന്ന്. ഒരിക്കലും നമ്മൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സ്പൈർ ഹെഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൈക്ക് എങ്ങനെ ഓടിച്ച് പഠിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബിഗിനർക്കാണ്, അതായത് തുടക്കക്കാർക്ക്. ഇപ്പോൾ ഇതുവരെയായിട്ടും ബൈക്കിനെ കുറിച്ചൊന്നും അറിയില്ല, ഓടിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ കാര്യങ്ങളൊന്നും അറിയില്ല, അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരിക്കലും അത്യാവശ്യം ഓടിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുന്നില്ല, കാരണം ഇതിൽ എങ്ങനെ ഓടിക്കാമെന്ന് ഒരു ബേസിക്സ് മാത്രമാണ് പറഞ്ഞു തരുന്നത്. വീഡിയോയിലോട്ട് അടക്കാം. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. പിന്നെ വണ്ടി ഓടിച്ച് പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഏത് ബൈക്ക് സെലക്ട് ചെയ്യണമെന്ന്. ഒരിക്കലും നമ്മൾ പവർ കൂടിയ വണ്ടി സെലക്ട് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ ഒരു ബുള്ളറ്റ് പോലത്തെ വണ്ടികളൊന്നും പ്രത്യേകിച്ച് സെലക്ട് ചെയ്യാൻ പാടില്ല. കാരണം വണ്ടിക്ക് വെയിറ്റ് കൂടുതലാണ്. ഒന്ന് ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി മറിയും. നമുക്ക് ഓടിക്കാൻ അറിയാത്ത ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ വണ്ടി കൺഫേം ആയിട്ട് മറിയും. അതുകൊണ്ട് തന്നെ പരമാവധി CC കുറഞ്ഞ വണ്ടികൾ, അതായത് എൻജിൻ പവർ കുറഞ്ഞ വണ്ടികൾ എടുക്കാൻ നോക്കുക. ഉദാഹരണത്തിന് സ്പ്ലെൻഡർ, ഗ്ലാമർ അങ്ങനത്തെ വണ്ടി കിട്ടുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള വണ്ടി എഫ്സർ ആണ്. ഇതിൽ പഠിച്ചാലും വലിയ സീനൊന്നുമില്ല. ഇതിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതിലാണ് പഠിച്ചത്. അപ്പോൾ ഇതിലും പഠിക്കാൻ പറ്റും. പക്ഷേ എന്നാലും കുറച്ചുകൂടി എളുപ്പം സ്പ്ലെൻഡർ പോലത്തെ ഒരു 100cc വണ്ടികൾ, അതല്ലെങ്കിൽ 125cc വണ്ടികൾ അങ്ങനത്തേലൊക്കെ നോക്കുന്നതായിരിക്കും. കമ്മ്യൂട്ടർ ബൈക്കിൽ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളടുത്ത് ഉള്ള വണ്ടി ഇപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വണ്ടി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളടുത്ത് എഫ്സർ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൽ പഠിക്കുക, ഡ്യൂക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൽ പഠിക്കുക. പിന്നെ അറിയുന്ന ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും ബൈക്ക് എടുക്കാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ ഏജിൻ്റെ കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ വണ്ടി ഓടിച്ച് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ റോട്ടിൽ അതുപോലെ തന്നെ പബ്ലിക് സ്പോട്ടിലൊക്കെ പോയിട്ട് അലമ്പുണ്ടാക്കാനൊന്നും പാടില്ല. ഇതുപോലത്തെ പ്രൈവറ്റ് ഏരിയയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വണ്ടി ഓടിച്ച് പഠിക്കാം. റോട്ടിൽ കൂടെ ഇറക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. 18 വയസ്സ് തികയാത്ത ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾ ഒരിക്കലും വണ്ടി എടുത്തിട്ട് റോട്ടിൽ ഇറങ്ങാൻ പാടില്ല. ഇപ്പോഴത്തെ ഒക്കെ ഫൈൻ നോക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫൈനാണ്. അപ്പോൾ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വണ്ടിയിൽ മനസ്സിലാക്കാനുണ്ട്. അതായത് ഈ റൈറ്റ് സൈഡിലുള്ള സാധനമാണ് ആക്സിലേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് വണ്ടി മൂവ് ആക്കുന്നത്. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി സ്പീഡിൽ കയറും. വലത് സൈഡിൽ ഫ്രണ്ടിൽ കാണുന്നതാണ് ഈ ലിവറാണ് നമ്മുടെ ബ്രേക്ക് ലിവർ എന്ന് പറയുന്നത്, അതായത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവർ. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ളത് ക്ലച്ചാണ്. ഇത് മെല്ലെ നൈസിൽ വിടുമ്പോഴാണ് വണ്ടി മൂവ് ആവുന്നത്. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിനൊക്കെ ക്ലച്ച് എന്തായാലും വേണം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ താഴെ ഫുഡ് പാക്കിൻ്റെ അവിടെ കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഗിയർ എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ബൈക്കിൻ്റെ ബാക്ക് ബ്രേക്കാണ്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള വണ്ടീനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി വണ്ടി എങ്ങനെ ഓടിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. വണ്ടി ന്യൂട്രൽ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗിയർ സിസ്റ്റം കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഏറ്റവും അടിയിൽ എന്ന് പറയുന്നത് ഫസ്റ്റാണ്. പിന്നെ ബാക്കിയെല്ലാ ഗിയറും സെക്കൻഡ് തൊട്ടിട്ട് ബാക്കിയെല്ലാ ഗിയറും മുകളിലോട്ടാണ് വരുന്നത്. 5 ഗിയറാണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് ഗിയർ വെച്ച് ബാക്കി 4 മുകളിലോട്ട്. ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഇടയിലാണ് നമ്മുടെ ന്യൂട്രൽ വന്നിട്ടുള്ളത്. ന്യൂട്രൽ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി മൂവ് ആവില്ല. ന്യൂട്രൽ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി ഫ്രീ ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ന്യൂട്രൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അനക്കാൻ പറ്റും. ഒരിക്കലും ഗിയറിലുള്ള വണ്ടി നമുക്ക് മൂവ് ആക്കാൻ പറ്റില്ല. എൻജിൻ്റെ ഒരു പിടുത്തം വരും ഓഫാക്കിയ വണ്ടി. അപ്പോൾ വണ്ടി എങ്ങനെ ഓടിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ വണ്ടി കയറിയിരുന്നു. എന്നിട്ട് ഇതാണ് വണ്ടീൻ്റെ ആദ്യം തന്നെ നമുക്കിനി വണ്ടി എങ്ങനെ ഓടിക്കുന്നതിനുള്ളതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു. എൻജിനിപ്പോൾ വണ്ടി ഓഫാണ്. താക്കോലിട്ടു, വണ്ടി ഓണാക്കി. അതിനുശേഷം എന്ന് പറയുന്നത് ഇത് എൻജിൻ കിൽ സ്വിച്ചാണ്. ഇതാണ് വണ്ടി സ്റ്റാർട്ടാക്കാനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എൻജിൻ കിൽ സ്വിച്ച് ഓണാക്കുക. അതിന് താഴായിട്ട് സെൽഫ് എന്ന സംഭവമുണ്ട്. എല്ലാ വണ്ടിക്കും സെൽഫ് ഉണ്ടാവണമെന്നില്ല. സെൽഫ് ഇല്ലാത്ത വണ്ടിക്ക് കിക്കറും ഉണ്ടാവും. അപ്പോൾ നമ്മളെ വണ്ടിയിലുള്ളത് നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാം ആദ്യം. പിന്നെ സ്റ്റാർട്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ന്യൂട്രലായിരിക്കും ഉറപ്പ് വരുത്തണം.
കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഗിയറിലാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചാടും അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വണ്ടി ന്യൂട്രലാണ് അല്ലെങ്കിൽ ക്ലച്ച് പിടിച്ചിട്ടുണ്ടാവണം എന്ന് ഉറപ്പിക്കണം. പഠിക്കുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല ന്യൂട്രലാണെന്ന് ഉറപ്പാക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ക്ലച്ച് പിടിച്ചിട്ട് ക്ലച്ച് പെട്ടെന്ന് പിടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വണ്ടി ചാടി അങ്ങനത്തെ സീനൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി ന്യൂട്രലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതോരോ വണ്ടീനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഫസ്റ്റിൽ നിന്ന് ജസ്റ്റ് ഒരു പ്രഷർ മുകളിലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ വീഴും. സ്പ്ലെൻഡറിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ ന്യൂട്രലാണ്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. അതൊക്കെ അതിൽ പഠിക്കുന്നതാണ് എളുപ്പമെന്ന്. അതും ഒരു അഡ്വാൻറ്റേജാണ് സ്പ്ലെൻഡറിൻ്റെ ഒക്കെ. കമ്പ്യൂട്ടർ ബൈക്കിൻ്റെ ഒക്കെ ഒരു അഡ്വാൻറ്റേജാണ് അത്. ഗിയർ ഏറ്റവും അടിയിലായിരിക്കും. ബിഗിനർക്കൊക്കെ ഏറ്റവും എളുപ്പം അങ്ങനെ പഠിക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്ററിൻ്റെ പ്ലേ ഒന്ന് മനസ്സിലാക്കുക. ഇതിപ്പോൾ കുറച്ചൊന്ന് എത്തണം. ഇതാണ് ഇതിൻ്റെ അറ്റം എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റില്ലേ, ഇത് നമ്മൾ വിടണം. ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനേ പാടില്ല. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ആക്സിലേറ്ററിൻ്റെ പവറിൽ വരുന്നത്. എൻജിൻ്റെ പവർ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഈ തിരിയിലാണ്. അപ്പോൾ ഇത്രയും ഭാഗം ഈ പ്ലേ വെറുതെയാണ്. അടുത്തതായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടാക്കിയതിന് ശേഷം ക്ലച്ച് പിടിക്കുക. ക്ലച്ച് ഫുള്ളായിട്ട് പിടിച്ചതിന് ശേഷം ഗിയർ ഇടുക. ഫസ്റ്റിലേക്ക് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സിലേറ്റർ ഇപ്പോൾ നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല. ആക്സിലേറ്റർ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കൈ വെക്കാം, പക്ഷേ തിരിക്കാൻ പാടില്ല. ക്ലച്ചിലാണ് നമ്മുടെ വണ്ടി മൂവ് ആക്കാനുള്ള സെറ്റപ്പ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ക്ലച്ച് നമ്മൾ മെല്ലെ മെല്ലെ വിടാം. 1 മില്ലിമീറ്റർ അങ്ങനെ മെല്ലെ വിടുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആവുന്നതാണ്. ഇപ്പോൾ കണ്ടോ, വണ്ടി മെല്ലെ മൂവ് ആവുന്നതാണ്. മൂവ് ആയെന്ന് കാണുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കുറച്ച് കൊടുക്കുക. എന്നിട്ട് ക്ലച്ച് മെല്ലെ വിടുക. ഒരിക്കലും ക്ലച്ച് ഫുള്ള് വിടാൻ പാടില്ല. അപ്പോൾ ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഒരു സ്റ്റഡി ആവുക. അഥവാ വണ്ടി നമ്മുടെ കൺട്രോളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ക്ലച്ച് പിടിച്ചോളാം. ക്ലച്ച് പിടിച്ചിട്ട് വണ്ടി ഫ്രീ ആയി. എന്നിട്ട് ബാക്ക് ബ്രേക്കും ഫ്രണ്ട് ബ്രേക്കും ഉപയോഗിച്ചിട്ട് വണ്ടി എവിടെ നിർത്തിക്കോളാം. പരമാവധി നമ്മൾ കാലുകുത്തുന്ന ബൈക്കിൽ ഓടിക്കാൻ പഠിക്കാം. പിന്നെ നമ്മൾ ക്ലച്ചർ ഒറ്റ വീട്ടിൽ വിട്ടുന്നുണ്ടെങ്കിൽ കാണിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. വണ്ടിക്ക് ഭയങ്കര ദോഷമാണിത്. കാണിച്ചു തരാം. കണ്ടോ, ക്ലച്ച് ഇങ്ങനെ വിട്ടുന്നുണ്ടെങ്കിൽ വണ്ടി ചാടി ഓഫ് ആവും. അത് നമ്മുടെ ഗിയർ ബോക്സിനും അതുപോലെ തന്നെ. അതെന്ന് പറയുന്നത് നമ്മുടെ ക്ലച്ചിനും ഗിയർ ബോക്സിനൊക്കെ ഭയങ്കര ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മൾ ആക്സിലേറ്റർ കൂട്ടിയിട്ട് ക്ലച്ച് വിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല കണ്ടവൻ്റെ പറമ്പ് പോയി കിടക്കും. അതിൽ നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെല്ലെ പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ സ്റ്റാർട്ടാക്കുക, ന്യൂട്രലിട്ടിട്ട് ക്ലച്ച് പിടിക്കുക, ക്ലച്ച് മെല്ലെ വിടാം. ഒരിക്കലും ക്ലച്ച് നമ്മൾ ആവേശം കാണിച്ച് വിടാൻ പാടില്ല. ഒരു ഇത്തിരി വിടാൻ പാടും. ഒരിക്കലും നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് വിടാനും പാടില്ല. വണ്ടി മൂവ് ആയാലും ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. നമ്മൾ ഓടിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഗിയർ തന്നെ ഓടിച്ച് പഠിക്കുക. ഒരിക്കലും നമ്മൾ ടോപ്പ് ചെയ്ത് കളിക്കരുത്. ഫസ്റ്റ് ഗിയറിൽ അത്രയ്ക്ക് സ്റ്റഡി ആയെന്ന് തോന്നുന്നു. നമ്മൾ മൂവിങ് അത്രയും പക്കയായെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സെക്കൻഡിലോട്ട് അപ്പ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ച് പഠിക്കുന്ന സമയത്ത് പരമാവധി റൂട്ടിൽ കയറാണ്ടിരിക്കുക. റൂട്ടിൽ കയറുമ്പോൾ ചില വണ്ടികളൊക്കെ അങ്ങനെ ആയിട്ട് നമുക്ക് ടെൻഷനാവും. എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് കിട്ടില്ല, അതൊക്കെ വലിയ ആക്സിഡൻറ്റിലൊക്കെ നയിച്ചു എന്നൊക്കെ വരും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് ഒരു ബേസിക് ഇത്രയാണ് പറയാനുള്ളത്. ഇനി വണ്ടീൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പ് ഷിഫ്റ്റിങ്ങും ഡൗൺ ഷിഫ്റ്റിങ്ങും ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് ഇതിൻ്റെ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ വീഡിയോ ഈ അടുത്തായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. സീ നെക്സ്റ്റ് വീഡിയോ.